നിന്റെ കണ്ണുനീരെ മറികടന്നു പോകുവാൻ നിന്റെ ദൈവത്തിന് ഒരിക്കലും കഴിയുകയില്ല. മുറിവേറ്റവൻ അറിയാം മുറിവിൻ്റെ ആഴമെന്തെന്ന്. യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ചോദിക്കുന്നു, സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നത്? ഇന്ന് കണ്ണുനീർ വാർത്ത് കരയുന്ന ഓരോ വ്യക്തിയോടും തമ്പുരാൻ ചോദിക്കുന്നു, നീ എന്തിനാണ് കരയുന്നത്? നീ കരയുമ്പോൾ നിന്റെ രോദനം കേൾക്കുവാൻ നിന്റെ ദൈവം നിന്നോട് കൂടെ നിൽക്കും. പക്ഷേ ഈ ലോകത്തുള്ളവർ നിന്നെ പരിഹസിക്കും, നിന്നെ കളിയാക്കും, നിന്നെക്കുറിച്ച് മറ്റു പലതും പറയും. എന്നാൽ നിന്റെ വേദനകൾ കേൾക്കുവാൻ നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ അപ്പത്തെ വെള്ളത്തിലേക്ക് എറിയുക, പല നാളുകൾക്ക് ശേഷം നിനക്കത് തിരികെ ലഭിക്കുമെന്ന്. ഇവിടെ അപ്പമെന്നാൽ പ്രാർത്ഥന എന്നാണ് അർത്ഥം, വെള്ളമെന്നാൽ കണ്ണുനീരെന്നാണ്. എന്ന് പറഞ്ഞാൽ കണ്ണുനീരോടുകൂടെ നീ പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവം നിന്റെ ജീവിതത്തിലുണ്ട്. 126-ാമത്തെ സങ്കീർത്തനം 5-ാമത്തെ വാക്യവും പറയുന്നത് തന്നെയല്ലേ, കണ്ണുനീരോടുകൂടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. അതുകൊണ്ട് നിന്റെ ജീവിതത്തിലെ വേദനകളിൽ, നിന്റെ ജീവിതത്തിലെ നിരാശകളിൽ, നിന്റെ ജീവിതത്തിൻ്റെ ആകുലതകളിൽ നീ ദൈവത്തിൽ ശരണം പ്രാപിക്കുക. ഹാഗാറിനെ കുറിച്ച് പറയുന്നില്ലേ, മരുഭൂമിയിലേക്ക് കുറച്ച് അപ്പവും തുകൽ സഞ്ചിയിൽ വെള്ളവുമായിട്ട് കടന്നു പോകുമ്പോൾ, മരുഭൂമി നമുക്കറിയാം, വിജനമായ പ്രദേശം, ദിക്കറിയാത്ത സ്ഥലം, പച്ചപ്പില്ലാത്ത സ്ഥലം. ഒറ്റപ്പെട്ടു പോയ നിമിഷത്തിൽ ഹാഗാർ തൻ്റെ കുഞ്ഞ് ഒരിറ്റ് ജലത്തിനു വേണ്ടിയിട്ട് കണ്ണുനീർ വാർത്ത് കരയുമ്പോൾ, കയ്യിലുണ്ടായിരുന്ന അപ്പവും വെള്ളവും ഒക്കെ തീർന്നു പോകുമ്പോൾ, ഒരിറ്റ് ജലത്തിനു വേണ്ടി കണ്ണുനീർ വാർത്ത് കരയുന്ന ആ കുഞ്ഞിൻ്റെ മരണം കാണുവാൻ കഴിയാതെ അമ്മയായ ഹാഗാർ എന്താ ചെയ്തത്? ആ മരുഭൂമിയിൽ തൻ്റെ തോൾമുണ്ടെടുത്ത് വിരിച്ചിട്ട് ദൈവത്തിന് മുമ്പിൽ കണ്ണുനീരോടുകൂടെ ആ കുഞ്ഞിനെ കിടത്തിക്കൊണ്ട് കരമുയർത്തി പ്രാർത്ഥിച്ചില്ലേ? അവിടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ, ആ കുഞ്ഞിൻ്റെ കണ്ണുനീരിന് മുമ്പിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഹാഗാർ, നീ എന്തിനാണ് കരയുന്നത്? നീ എങ്ങോട്ടാണ് പോകുന്നത്? നിന്റെ കരച്ചിൽ കേൾക്കുന്ന, നിന്റെ വേദന കാണുന്ന, നിന്റെ കണ്ണുനീര് കാണുന്ന, നിന്റെ രോദനം കേൾക്കുന്ന ഒരു ദൈവം ഇറങ്ങി വരും. നിന്റെ ഒരു ദീർഘനിശ്വാസം പോലും അറിയുന്ന ഒരു ദൈവമുണ്ട് മക്കളെ. അതുകൊണ്ട് എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ കാണുവാൻ ആരുമില്ല, എൻ്റെക്ക് ഒരു ആശ്വാസവാക്ക് പറയുവാൻ പോലും ആരുമില്ല എന്ന് നീ പരിതപിക്കുമ്പോൾ, നിന്റെ കണ്ണുനീരിനെ മറികടന്ന് പോകുവാൻ കഴിയാത്ത ഒരു ദൈവം നിനക്കുണ്ട്. ആ മുറിവേറ്റവൻ അറിയാം നിന്റെ മുറിവിൻ്റെ ആഴം. അതിനാൽ സന്തോഷത്തോടു കൂടെ ദൈവത്തിൽ ശരണപ്പെടുക. ദൈവം നിന്നെ കാത്തുപാലിക്കും.